xiaomiയുടെ എല്ലാ ഫാൻസുകാരും ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ് xiaomi Redmi Note 8 Pro. ഈ ഫോണിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിമ്മിൽ ഡ്യുവൽ സിം സപ്പോർട്ടായ ഫോണാണെങ്കിൽ കൂടിയും ഫോണിൽ ഒരു സിമ്മ് ഹൈബ്രിഡ് സ്ലോട്ടും കൂടിയാണ്. 2019 ഒക്ടോബർ 16 ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ വിൽപ്പന നടക്കുന്നത്. ഇനി ഫോൺ ഡിസൈനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 161.3 ഇൻറ്റു 76.4 ഇൻറ്റു 8.8 mm ആണ് ഇതിൻ്റെ ഡിമെൻഷൻ വരുന്നത്. ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 199 ഗ്രാമാണ്. അപ്പോൾ കുറച്ച് വെയിറ്റുള്ള ഫോണാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കളർ IPS LCD സ്ക്രീനുള്ള ഫോണാണിത്. പിന്നെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് മൾട്ടി ടച്ചും പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 6.53 ഇഞ്ച് ഈ 2K റെസൊല്യൂഷനിലും കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ PPI വരുന്നത് 403 PPI ആണ്. ഈ ഫോണിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 വിത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ചും കൂടിയാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. ഈ ഫോണിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് 6GB വേരിയൻറ്റിലും 8GB വേരിയൻറ്റിലും ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ തൽക്കാലം ആമസോണിൽ ഇറങ്ങുന്നത് 6GB × 64 ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോറേജ് ഉള്ള സീരീസാണ്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയിലേക്ക് എടുക്കുമ്പോൾ 64 MB ക്വാഡ് ക്യാമറയാണ് ഈ ഫോണിനുള്ളത്. 64-ൻ്റെ ഒരു ക്യാമറയും പിന്നെ 8 MB 2 MB 2 MB വിത്ത് ഓട്ടോ ഫോക്കസ് എന്നിങ്ങനെയാണ് 4 ക്യാമറ വരുന്നത്. പിന്നെ ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് പോർട്രേറ്റ് മോഡ്, ഫേസ് ഡിറ്റക്ഷൻ മോഡ്, ടച്ച് സ്ക്രീൻ എന്നിവയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൽ വരുമ്പോൾ 1080p at 30 FPS ഫുൾ HD ആണ്. ഇനി ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 20 MB ഒരു സിംഗിൾ ക്യാമറയാണ്. അതുപോലെ തന്നെ 1080p at 30 FPS ഫുൾ HD വീഡിയോ റെക്കോർഡിങ്ങും ഫ്രണ്ട് ക്യാമറയിലുമുണ്ട്. ഇനി ഫോണിൻ്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡ് 9 Pie എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പിന്നെ ഇതിന് ചിപ്സെറ്റ് വരുന്നത് MediaTek Helio G90 ആണ്. ഈ ഫോണിൻ്റെ CPU എന്ന് പറയുന്നത് 2.05 GHz ഒക്ടാ-കോർ പ്രൊസസ്സറാണ്. ഇതിൻ്റെ GPU വന്ന് ARM Mali G76 3EE MC4 ആണ്. ഈ ഫോണിൻ്റെ ബാറ്ററി എന്നൊരു അടിപൊളി ബാറ്ററിയാണ്. കാരണം നോൺ റിമൂവബിൾ ബാറ്ററി 4500 mAh ലിപ്പോ ബാറ്ററിയാണ്. അതുകൂടാതെ തന്നെ ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഫോണിന് നൽകുന്നുണ്ട് കമ്പനി. ഇനി ഈ ഫോണിൻ്റെ അഡ്വാൻറ്റേജസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ഫോൺ വളരെ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ഫോണാണ്. 8.8 mm മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇത്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്നാൽ ഈ ഫോൺ ഒരു വലിയൊരു സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 6.53 ഇഞ്ചാണ് ഈ ഫോണിനുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ 1080 × 2340 പിക്സൽസാണ്. ഇത് 2K റെസൊല്യൂഷനിലൂടെ വരുന്ന ഒരു സ്ക്രീൻ കൂടിയാണ് ഈ ഫോണിനുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്നാൽ ഈ ഫോണിൻ്റെ സ്ക്രീനാണ്. ഷാർപ്പ് സ്ക്രീനാണ്. 403 PPI ആണ് ഈ ഫോണിൻ്റെ സ്ക്രീൻ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയാണ് എടുത്തു പറയേണ്ടത്. 64 MB വിത്ത് ഓട്ടോ ഫോക്കസ് ക്യാമറയാണ് ഇതിനുള്ളിൽ. അതും ക്വാഡ് ക്യാമറയാണ് ഇതിൻ്റെ മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജും കൂടിയുള്ളത്. ഇനി ഈ ഫോണിൻ്റെ പ്രൈസിലേക്ക് കിടക്കുമ്പോൾ 6GB 64GB ഇൻ്റർണൽ സ്റ്റോറേജിന് 16,999 രൂപയാണ് ആമസോണിൽ ഇതിൻ്റെ വില. ഇതിൻ്റെ 6GB 128GB ഇൻ്റർണൽ മെമ്മറി ഈ വരുന്നതിന് 20,000 രൂപയും ഇതിൻ്റെ 8GB 128GB ഇൻ്റർണൽ മെമ്മറി വരുന്നതിന് 22,000 രൂപയുമാണ് ഉള്ളത്. ആദ്യം ഇതിൻ്റെ 6GB റാമും 64GB ഇൻ്റർണൽ മെമ്മറിയുള്ള വേരിയൻ്റാണ് ഇറങ്ങുന്നത്.